റോഡിലൂടെ നടന്നപ്പോഴാണ് ചർച്ച് കണ്ടത്. അതിനകത്തോട്ട് കയറാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഇവിടെ പോർച്ചുഗീസുകാരാണ് ഈ ചർച്ച് പണിതാക്കുന്നത്. അതുകൊണ്ട് അകമെല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് നേരെ അകത്തോട്ട് കയറാമെന്ന് കരുതി വന്നതാണ്. അകത്ത് പിന്നെ കയറിയത് വെറുതെ ആയില്ല. അകവും അതിൻ്റെ മുകളിലും സൈഡൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്നറിയും. നേരെ ഇവിടെ അകമൊക്കെ കണ്ടിട്ട് നേരെ മുകളിലൂടെ കാണിച്ചു തരാം ഞാൻ. മുകളിലും നല്ല അതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു ഭംഗിയാണത് കാണാൻ. ഒരു രക്ഷയില്ല, അടിപൊളി. ഒരു എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, വാക്കുകൾ കിട്ടുന്നില്ല. അതെ, ദേവദൂതനിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൽ ഒരു ഓർമ്മ വന്നു. കാല് വെച്ചൊക്കെ ചവിട്ടാൻ ഇവിടെ ട്യൂൺ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. സിനിമയിൽ മാത്രമേ ഇതാ കണ്ടിട്ടുള്ളൂ ഞാൻ. അതുകൊണ്ടാണ് ഇതും കൂടെ വീഡിയോ എടുത്തത്. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അതിൻ്റെയും കൂടെ വീഡിയോസ് എടുത്തിരുന്നില്ല. ഞാൻ കാണുന്നത് നിങ്ങൾക്കൂടെ കാണിച്ചു തരുന്നതാണ് ക്യാമറയിലൂടെ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതിനെയും കാട്ടി നല്ല ഭംഗിയുണ്ട്. എന്നാലും എന്നാൽ കഴിവും വിധം ഫോണിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലാരിറ്റി കാണത്തില്ല. നമ്മൾ കണ്ണിൽ കാണുന്ന അത്രയൊരു ഭംഗിയോടുകൂടി കാണാൻ പറ്റില്ല. എന്നാൽ കഴിവും വിധം ഞാൻ വീഡിയോ എല്ലാം എടുക്കുന്നുണ്ട്. ഇതാണ് പുറത്തേക്കുള്ള വ്യൂ കേട്ടോ. വലിയൊരു മരമുണ്ട്.